മൂവാറ്റുപുഴയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ തയ്യാറുണ്ടോ എന്ന് LDF സ്ഥാനാർത്ഥി N. അരുണിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാത്യു കുഴൽനാടൻ. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ തയ്യാറുണ്ടോ എന്ന LDF സ്ഥാനാർത്ഥി N. അരുണിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. മുൻപുള്ള ജനപ്രതിനിധികൾ തുടക്കമിട്ടതല്ലാതെ സ്വന്തമായി ഒരു പദ്ധതിയെങ്കിലും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നും കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ തയ്യാറുണ്ടോ എന്നുമായിരുന്നു N. അരുൺ ചോദിച്ചത്. ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നും ജനങ്ങൾ വിധിയെഴുതട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മൂവാറ്റുപുഴ MLA മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടോ? ആ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തതിന്റെ രേഖ, ഏതെങ്കിലും 1-2 കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തതിന്റെ രേഖ കാണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് ഏത് ഘട്ടത്തിലേക്കും എവിടെ വരാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് പ്രവർത്തനം തയ്യാറാണ്. ഞാനെന്നല്ല, ഞങ്ങൾ ആരും തയ്യാറാണ്. ഏതു വേദിയിലും തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന നിയോജകമണ്ഡലം കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് മാത്യു കുഴൽനാടൻ ഇതിന് മറുപടി നൽകിയത്. എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണോ എന്ന് മറുപക്ഷം ചോദിച്ചാൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 100% എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയുന്നു, സോഷ്യൽ ഓഡിറ്റിന് മാത്രമല്ല, സോഷ്യൽ ഓഡിറ്റ് ആവാം, പൊളിറ്റിക്കൽ ഓഡിറ്റ് ആകാം, ഫിനാൻഷ്യൽ ഓഡിറ്റ് ആകാം. ഈ 3 കാര്യത്തിലും മൂവാറ്റുപുഴയുടെ ജനപ്രതിനിധി വിചാരണ ചെയ്യപ്പെടുന്നതിനെ ഞാൻ സർവാത്മാ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങറിയണം, അങ്ങ് മനസ്സിലാക്കണം, എന്നെ പ്രതി സോഷ്യൽ ഓഡിറ്റും, എന്നെ പ്രതി പൊളിറ്റിക്കൽ ഓഡിറ്റും, എന്നെ പ്രതി ഫിനാൻഷ്യൽ ഓഡിറ്റും അങ്ങയുടെ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ കഴിഞ്ഞ 2-3 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അങ്ങേക്ക് തൃപ്തി വന്നില്ല എങ്കിൽ അങ്ങാണ് ചോദിച്ചത് എന്നതുകൊണ്ട് അങ്ങ് തീരുമാനിക്കുന്ന സ്ഥലം, അങ്ങ് തീരുമാനിക്കുന്ന സമയം, അങ്ങ് തീരുമാനിക്കുന്ന വേദി ഞാൻ അവൈലബിൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ ഓഡിറ്റിംഗിനും പൊളിറ്റിക്കൽ ഓഡിറ്റിംഗിനും ഫിനാൻഷ്യൽ ഓഡിറ്റിനും തയ്യാറാണെന്നായിരുന്നു മാത്യുവിന്റെ മറുപടി. ജനങ്ങളെ സാക്ഷി നിർത്തി തന്നെ വിചാരണ ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായും അരുൺ നിശ്ചയിക്കുന്ന സമയത്ത് പറയുന്ന വേദിയിലെത്താമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അരുണും തയ്യാറാകണമെന്നാണ് മാത്യുവിന്റെ നിബന്ധന. സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന ശക്തമായ പോരാട്ടം നടക്കുന്ന മൂവാറ്റുപുഴയിൽ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാവുകയാണ്. വെല്ലുവിളികൾക്കപ്പുറം സ്ഥാനാർത്ഥികൾ ഒരു സംവാദവേദിയിൽ നേർക്കുനേർ എത്തുമോ എന്നാണ് വോട്ടർമാർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാകുന്നതോടെ ഈ വികസന വിചാരണ മണ്ഡലത്തിലെ ജനവിധിയിൽ നിർണായകമാകും. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.